ഇന്ന് നടന്ന അർജന്റീന കപ്പ് മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ 3 ഗോളുകൾക്ക് വിജയിച്ച് കയറാൻ അർജന്റീനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം അർജന്റീനയുടെ കളിയിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ സ്ട്രൈക്കിലായിട്ടാണ് അർജന്റീനയെ കളി ജയിച്ചിട്ടുള്ളത്. ഇപ്പോൾ അർജന്റീന ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അപ്പോൾ അർജന്റീന ലൈനപ്പ് നോക്കുകയാണെങ്കിൽ സ്കാലോനി ഒരു സ്ഥിരം ലൈനപ്പ് തന്നെയാണ് കാപ്പറിനൊക്കെ ഇറക്കിയിട്ടുണ്ടായത്. അപ്പോൾ ഈ കളിയിലേക്ക് നോക്കുകയാണെങ്കിൽ 29 മിനിറ്റിൽ മെസ്സി അർജന്റീനയ്ക്കായിട്ട് ലീഡ് വന്നിട്ടാണ്. പക്ഷേ 29 മിനിറ്റിൽ കാപ്പറൊക്കെ ഒരു സമനില ഗോൾ അടിക്കാനുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഈ സാൻഡ്രോ മാർട്ടിനസിന്റെ ഒരു ഗോളിൽ നിന്ന് ലീഡ് അർജന്റീന എടുത്തെങ്കിലും അവസാന മിനിറ്റിൽ 103 മിനിറ്റ് കാപ്പറൊക്കെ തിരിച്ചടിക്കാനുണ്ടായിരുന്നു. പിന്നെ എക്സ്ട്രാ ടൈമിലേക്ക് പോയ കളിയിൽ റൊമാരോ ഒരു 2 ഗോൾ കണ്ടെത്തി അർജന്റീന വിജയിക്കാനുണ്ടായിരുന്നത്. മെസ്സിയുടെ ഒരു സെറ്റ് പീസിൽ റൊമാരോ ഗോൾ അടിക്കുന്നുണ്ടായിരുന്നില്ല, ഒരു ഓൺ ഗോളായിട്ട് പ്രഖ്യാപിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ കളിയിലേക്ക് നോക്കുകയാണെങ്കിൽ അർജന്റീനയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പോലെയല്ല അർജന്റീന ടീം ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് തന്നെയാണ്. മെസ്സിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ്ട് മുന്നോട്ട് പോകുന്ന രീതിയാണ് അർജന്റീന ഭാഗത്ത് കാണുന്നത്. സ്ട്രൈക്കറായിട്ടുള്ള ലൗട്ടറാണെങ്കിലും അലർസാണെങ്കിലും ഗോൾ അടിക്കുന്ന സിറ്റുവേഷനാണുള്ളത്. ലൗട്ടർ ഒരു ഗോൾ അടിച്ചത് പെനാൽറ്റിയിൽ നിന്ന് മാത്രമാണ്. അർജന്റീന സ്കോഡിലൊരു ക്രിയേറ്റിവിറ്റിയുടെ കുറവ്, ഡിഗ്രി പോയതിനു ശേഷം ക്രിയേറ്റിവിറ്റിക്ക് നല്ലൊരു കുറവാണ് ഇപ്പോൾ അർജന്റീന ഭാഗത്ത് വരുന്നത്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അൽമാഡൊക്കെ ആണെങ്കിലും അൽമാഡിന്റെ ഭാഗത്തുനിന്നും ഒരു കൃത്യമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടാത്തൊരു സിറ്റുവേഷനാണ് തന്നെയുള്ളത്. ഇപ്പോൾ നിക്കോളാസ് അങ്ങനത്തെ കുറേ ക്രിയേറ്റീവായിട്ടുള്ള പ്ലേസ് ഉണ്ടെങ്കിൽ സ്കലോനി അവരൊക്കെ ഫസ്റ്റ് ലെവലിൽ പരിഗണിക്കുക എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അപ്പോൾ അർജന്റീനയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ക്രിയേറ്റിവിറ്റിയുടെ ഒരു കുറവ് അർജന്റീനയുടെ മാച്ചിലുടനീളം നമ്മൾ കണ്ടാണ്. മെസ്സിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് ഇപ്പം അർജന്റീനയുടെ കളി പോകുന്നത്. എന്തായാലും നെക്സ്റ്റ് കാപ്പറിന്റെ ഔട്ടായിരിക്കണം കീപ്പർ. കാപ്പറിന്റെ കീപ്പറെ പറ്റി നോക്കുകയാണെങ്കിൽ അർജന്റീനയ്ക്കെതിരെ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അർജന്റീനയുടെ നെക്സ്റ്റ് കളിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഈജിപ്തുമായിട്ടാണ് നെക്സ്റ്റ് കളി വരുന്നത്. അപ്പം ഈ കളിയിൽ ഇമ്പ്രൂവ് ആയി അടുത്ത കളിയിലേക്ക് ഇതിനൊക്കെ ഒരു ചേഞ്ച് ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും അടുത്ത കളിയിലെ റിസൾട്ടൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ നോക്കി കാണുന്ന ഒരു കാര്യമാണ്.